ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം ഇന്ന് നടക്കുന്നുണ്ട്. പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകുന്നുണ്ട്. സുനിൽ, ഡോക്ടർമാരുടെ പ്രതിഷേധങ്ങൾക്ക് പുറമെ ഇന്നിപ്പോൾ ഹാരിസ് ചിറക്കലിനെ തുറന്ന പറച്ചിലും ആരോഗ്യരംഗത്തെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടി സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. കണ്ണൂരിലാണ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടി നടക്കുന്നത്. വിവരങ്ങൾ ജിൽസി, ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ആരോഗ്യവകുപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി ഉയർന്നത്. അതിന്റെ ഭാഗമായി വ്യാപകമായ പ്രതിഷേധ പരിപാടികളിലേക്ക് വിവിധ സംഘടനകൾ കടക്കുന്നു. ജിൽസി പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ സമരമുണ്ട്. അതിനൊപ്പം ഇന്ന് കോൺഗ്രസിന്റെ സമരമുണ്ട്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് ഇന്ന് ധർണാ സമരം സംഘടിപ്പിക്കുന്നു. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കണ്ണൂരിലാണ്. കണ്ണൂർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ KC വേണുഗോപാൽ, AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുക. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ പരിപാടിയിൽ ഇന്ന് പരിയാരത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും കോഴിക്കോട് ഷാഫി പറമ്പിലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും പ്രധാനപ്പെട്ട നേതാക്കൾ, കൊച്ചിയിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. ഇപ്പോൾ പരിയാരത്തെ സമരത്തെക്കുറിച്ച് പറഞ്ഞാൽ, പരിയാരത്ത് സംസ്ഥാനത്ത് സർക്കാർ ഇത് പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ നിന്ന് ഏറ്റെടുത്തിട്ട് വർഷം 5 കഴിഞ്ഞെങ്കിലും പരിയാരത്തും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു MRI സ്കാനിങ് യന്ത്രം പോലും അവിടെ സ്വന്തമായി ഇല്ല എന്നുള്ള അത്രമേൽ വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഒരു സ്വകാര്യ കമ്പനിയുടെ MRI സ്കാനിങ് മെഷീനാണ് ഇപ്പോഴും പരിയാരത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രോഗികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സ്വകാര്യ കമ്പനിക്ക് പണമടച്ച് വേണം സ്കാനിങ് ചെയ്യാൻ. ഒപ്പം ഏതാണ്ട് അവിടുത്തെ ശസ്ത്രക്രിയ മുറി അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടിട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതിന്റെ പണി പൂർത്തിയാക്കാത്ത സാഹചര്യമുണ്ട്. ആവശ്യത്തിന് വിദഗ്ധ ഡോക്ടർമാരില്ല എന്നതാണ് പരിയാരം നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. ഒപ്പം 110 കോടി രൂപയോളം വിവിധ ചികിത്സാ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജിന് നൽകാനുണ്ട്. അതുകൊണ്ട് മരുന്ന് കമ്പനികളടക്കം ഇപ്പോൾ മരുന്ന് നൽകാത്ത പ്രശ്നമുണ്ട്. അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. അങ്ങനെ പരിയാരത്തുമുണ്ട് പരിഹാരമാകാത്ത നിരവധി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. എന്തായാലും അതുകൊണ്ട് തന്നെ പരിയാരത്താണ് സംസ്ഥാനതല ഉദ്ഘാടനം. 11 മണിക്ക് KC വേണുഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക.